എനിക്ക് ഇമോഷണലി കുറെ അറ്റാച്ച്മെന്റ് ഉള്ള എന്റെ വീട്ടിലേക്ക് നമ്മൾ ജനിച്ചു വളർന്ന വീടും പറമ്പും ഇങ്ങനെ 2 സ്റ്റെപ്പ് കയറി ഞങ്ങളവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയുടെ വീടായിരുന്നു. ഇപ്പൊ പട്ടി ചത്തുപോയി ഗൈസ്. സിറ്റിയിലൊരു നാട്ടുംപുറം വീട്. സിറ്റിയിലൊരു നാട്ടുംപുറം ഇത് മാത്രമേ ഉള്ളൂ, ഈ വീട് മാത്രം. ഇതെന്താ പണ്ടത്തെ ഞങ്ങളുടെ വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചത് അതായത് വീടിൻ്റെ ഉള്ളിൻ്റെ പോർഷൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഓടിട്ട വീടായിരുന്നു, ഭയങ്കര പഴയ വീടായിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയത്. നീയും എൻ്റെ കൂടെ വന്ന് നിൽക്കുക, അപ്പോൾ എനിക്കൊരു എനർജി ഉണ്ടാവും. നീ ആയിരുന്നു എൻ്റെ വലം കൈ എന്ന് പറയാൻ. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി വർക്ക്സ് ഒക്കെ ചെയ്തിട്ട് ചാനാട്ടോ ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ദിസ് ഇസ് മീ ജോമിയാൻ ധൻവൽ ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ശില്പ പുറകെ ഇരുന്നിട്ട് ചിരിക്കാനാണ്. ഇത് പിന്നെ ഓടിക്കോ ശിലുത്ത് പോകോ ശിലുതേ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെ ഒരുപാട് എല്ലാവർക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഹോം ടൂർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഹോം ടൂർ എടുത്തപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് നല്ലത് പറഞ്ഞു, കുറേ പേര് നെഗറ്റീവ്. നമ്മൾ കുറേ ഇമോഷനിലേക്ക് ആയിപ്പോയി ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ പഴയ നമ്മുടെ കൊച്ചിയിലെ വീട്ടിലെ ഹോം ടൂർ. ഇനി നിങ്ങൾക്ക് വേറൊരു വീടും കൂടെ കാണിച്ചിരുന്നു ഗൈസ്. എൻ്റെ വീട് ഞാൻ ജനിച്ച് വളർന്ന് ഇവിടെ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയത്. അപ്പോൾ എനിക്ക് ഇമോഷണലി കുറേ അറ്റാച്ച്മെൻ്റ് ഉള്ള എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ വീട്ടിലാരുമില്ല, മമ്മിയൊക്കെ ജോലിക്ക് പോയി, പപ്പയും ഷിലുവും മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ഷിലുവിനെ കാണിച്ചുതരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഹോം ടൂറിൽ കാണാൻ പോണത് എൻ്റെ വീടാണ്, ഞാൻ ജനിച്ച് വളർന്ന വീടാണ്. ആദ്യം ഞങ്ങളുടെ വീട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഒരു ഓടിട്ട വീടായിരുന്നു, ഭയങ്കര പഴയ വീടായിരുന്നു. അത് പൊട്ടി തകരാറായപ്പോൾ അത് റിനോവേറ്റ് ചെയ്തതാണ് ഇങ്ങനെ. എന്തായാലും വീട് കണ്ടോളൂ. ഇതാണ് ഞങ്ങളുടെ എൻ്റെ വീടല്ല, ഇപ്പം ഞങ്ങളുടെ വീട്, എല്ലാവരുടെയും വീട്. അപ്പോൾ സോ നമ്മൾ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ വെച്ചപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കണ കാരണം അവർക്ക് ഒരു റൂമും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വിശാലമായ വീട്ടുകാർ ഫ്രണ്ടിലേക്ക് അതെടുത്ത് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ അവിടെ റെൻറ്റിനാണ്. അപ്പോൾ സോ അത് അവരുടെ എൻട്രൻസ് അങ്ങോട്ടാണ്. അവിടെ ഒരു ഫ്രണ്ടിലേക്ക് ഒരു ലിവിങ് റൂം പോലെ, ഒരു റൂം പോലെ, പിന്നെ ഒരു കിച്ചണും, പിന്നെ പുറത്താണ് ബാത്റൂം. ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഫ്രണ്ടിലേക്ക് ഒരു വരാന്ത സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഇങ്ങനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഫ്രണ്ടിൽ കുറച്ചിങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം വേണമെന്ന്. കാരണം നമുക്ക് നേരത്തെ വലിയൊരു വരാന്തയായിരുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞു സ്ഥലം വേണമെന്നായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ആരും ഇരിക്കാറില്ല, വേറെ കാര്യം. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഒരു കുഞ്ഞു ഹോളാണ്. ഈ ഹോള് ഈ മതിലിങ്ങനെ കയറിയിരിക്കണം നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? അതിനും റീസൺ ഉണ്ട്, പുറത്ത് വരെ നിങ്ങൾക്ക് ആ റീസൺ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് എൻ്റെ മൂന്നാമത്തെ അനിയൻ. സോ ഗൈസ്, അങ്ങനെ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്തെ ഇതാണ് നമ്മുടെ ഹോള്. ഇവിടെയാണ് നമ്മൾ ടി വി ഒക്കെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് കാണുന്നത്. ഇവിടെ നേരത്തെ നമുക്ക് വലിയ സോഫ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങളുടെ വീട് വഴി തന്നെ ഇല്ലാണ്ടായി ലാസ്റ്റ് കളഞ്ഞു. അങ്ങനെ ഇപ്പം നമുക്ക് കുറേ ചെയറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിള് നമ്മൾ ഇവിടെ ഇടക്കാൻ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ളതെന്ന് വെച്ചാൽ ഈ ചുമന്ന കർട്ടനാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇത്ര വർഷമായ ക്ലോക്കാണെന്ന് പറയുക ഗൈസ്, കുറേ വർഷമായ ക്ലോക്കാണ്. പിന്നെ ഈ രൂപത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു വൺ ഓഫ് ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊരു ഫിനിഷ് ലുക്കൊന്നും ആയിട്ടില്ല. എന്നാലും നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ രൂപം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ മമ്മിയുടെ ഒരു ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു മാതാവിന് ഒരു പുണ്യാളനെ വെക്കണമെന്ന്. പക്ഷെ ആ പുണ്യാളം മമ്മിക്ക് ഏതാണോന്നും ഉണ്ടായില്ല. എനിക്കിഷ്ടമുള്ള പുണ്യാളനെ ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ ഒരു മെഡിസിനൽ ബോക്സ് ഇല്ലാത്ത ഒരു വീഡിയോയിലും ഇപ്പം ഉണ്ടാവില്ല. ഒരു ടേബിളിൽ ഇപ്പം ഫുള്ളൊരു മെഡിസിനൽ ബോക്സ് ആയിരിക്കും. അതിപ്പോൾ 2020 ശേഷം കോവിഡ് ടൈം കഴിഞ്ഞിട്ടുള്ള എല്ലാ വീടുകളിലും കാണുന്നൊരു സംഭവമാണ്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ടേബിളൊന്നും വീടൊന്നും അത്രയും ക്ലീൻ അല്ല. അപ്പോൾ എല്ലാവരും അതനുസരിച്ചിട്ട് വേണം വീഡിയോ കാണാൻ വേണ്ടി. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി വർക്ക്സ് ഒക്കെ ചെയ്തത് ചാനാട്ടോ ഗൈസ്. വർക്ക്സ് ഒക്കെ ചെയ്തത് ചാനാണ്. സോ ഫസ്റ്റ് ചാൻ്റെ വർക്കായിരുന്നു, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടോ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ദെൻ ഇങ്ങനെ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ കാണുന്ന റൂം എന്ന് പറഞ്ഞാൽ ഈ റൂമാണ്. പഴയ വീടിൻ്റെ ഈ ഒരു മുറി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിങ്ങനെ ഇത്രയും വൃത്തിന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പം കോലങ്കടി ഇടിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഇങ്ങനെ ഒരു റൂമാണ്. ഈ റൂമിൽ 2 കട്ടിലാണ് ഇപ്പം ഇട്ടേക്കണത്. പിന്നെ ഒരു അലമാരയുണ്ട്. എൻ്റെ മൂന്നാമത്തെ അവർക്ക് ക്യാമറയിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്.
ആൻഡ് ദെൻ ഇതാണ് ഒരു അലമാരി ഉള്ളത്. ഈ അലമാരി ഞങ്ങളുടെ പുതിയ അലമാരി. പഴയ അലമാരി കണ്ടാൽ നിങ്ങൾ ഓടുവരണതിൻ്റെ വാതിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ അടുത്ത് പിന്നെ ഈ റൂമിൽ മാത്രം നമ്മൾ AC വെച്ചിട്ടുള്ളൂ ഗൈസ്. പിന്നെ ഒരു ടേബിൾ ഉണ്ട്. എൻ്റെ മാതാവേ ഈ ടേബിളിലെത്ത സാധനങ്ങളൊന്നും ഇല്ല, അതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ സൈക്കോട്ടിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ മമ്മി എടുത്ത് വെച്ചേക്കണേന്ന് തോന്നുന്നു. ഇവിടത്തെ ഹീറോ സൈക്കോട്ടനാണ് ഗൈസ്. അത് സൈക്കോട്ടിൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. പിന്നെ സൈക്കോട്ടിന് വേണ്ടി വരച്ചു കൊടുത്തേക്കണ പിക്ചേഴ്സാണ് ഇതൊക്കെ. സൈക്കോട്ടൻ വരുമ്പോൾ വരയ്ക്കണ പടങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ വന്നാലും ഈ റൂമിലാണ് കിടക്കുകയൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം എല്ലാം വീട്ടിലും ഉണ്ടാകും. 2 ഫാനിനകത്ത് വീടുണ്ടാവില്ല. നല്ല ചൂടാണ്. ഇത് സീലിംഗ് ചെയ്തിട്ടില്ല, ഷീറ്റ് ആയതുകൊണ്ട്. സീലിംഗ് ചെയ്തിട്ടാണെങ്കിൽ പോലും നല്ല ചൂടാണ് ഗൈസ്. കാരണം ചൂട് സമയത്തൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അത്ര ചൂടായിരിക്കും. കാരണം ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഇവിടെ ആയിരുന്നു കിടന്നു വെച്ചത്. ചൂട് കാരണം ഞാൻ വിചാരിച്ച വീട്ടിലോട്ട് പോയിട്ടുണ്ട്. സോ ആ സമയത്തൊന്നും നമുക്ക് AC ഒന്നും ഇല്ല. AC ഒന്നും ഇല്ല. അപ്പം നല്ല ചൂടും കൊതുകൊക്കെ ആയിരുന്നു. ഞങ്ങൾ വീട്ടിലോട്ട് പോയി. സോ ഈ റൂമിലാണ് നമ്മൾ കിടക്കുന്നത്. സൈക്കിളിനൊക്കെ ആയിട്ട് കിടക്കുന്നത്. സൈക്കിളിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ഈ റൂമിലായിരിക്കും. ഈ റൂമാണ് ലിവിങ് ഏരിയ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ആൻഡ് ദെൻ ഇങ്ങനെ വരാൻ നേരത്ത് അവിടെ ഒരു കുഞ്ഞ ഏരിയ ഉള്ളത് കൊണ്ടെന്ന് വെച്ചാൽ അപ്പുറത്താണ് പപ്പയുടെ അനിയനൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് കയറി നിൽക്കണം. കാരണം നമുക്ക് ഹോള് കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു എന്താ പറയുക ഒരു സ്ക്വയർ ഓർ ആ ഒരു ഷേപ്പ് വന്നില്ല. അപ്പം നമ്മളത് കുറച്ചും എക്സ്റ്റെൻഷൻ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് ഈ റൂമിലേക്ക് കടക്കാൻ പറ്റൂ. പണ്ടത്തെ ഞങ്ങളുടെ വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ അതായത് വീടിൻ്റെ ഉള്ളിൻ്റെ പോർഷൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രേ. പിന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ, കാരണം ഈ ഒരു എൻഡ് വരെ ഇവിടം വരെ ഇങ്ങനെ നീണ്ടൊരു വരാന്തയായിരുന്നു. ആ വരാന്തയെ നമ്മളിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തൊരു ഹോളാക്കി എടുത്തേക്കും. നമ്മളിങ്ങോട്ട് ഇവിടെ ഒരു സ്റ്റെപ്പായിരുന്നു. ആ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ കയറി ഈ വരാന്തയിൽ നിന്ന് കയറാൻ നേരത്ത് പഴയ വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നേരത്തെ ഇതായിരുന്നു നമ്മുടെ പഴയ വീട്ടിലെ ഹോളെന്നൊന്നും പറയാൻ പോലെ. എൻ്റെ ഷിലുവിൻ്റെയും ഉറങ്ങണ മുറി വരെ ഇതായിരുന്നല്ലേ. ഷിലു ഓർക്കണ്ട, ഞങ്ങള് ഒരു അത് വേറെ കഥയാണ്, അതൊന്നും പറയണില്ല ഗൈസ്. ഓരോ സോ അപ്പൊ ഇതിപ്പോ നമ്മൾ ഡൈനിങ് ഏരിയ ആയിട്ടാണ് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത് പക്ഷെ നമുക്കിവിടെ ഡൈനിങ് ഏരിയയുടെ ആവശ്യം ഇപ്പൊ ഒരു വീട്ടിലും ഡൈനിങ് ഏരിയയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ടീ റൂമിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതായതുകൊണ്ട് ഇതിപ്പോ ആരും യൂസ് ചെയ്യുന്നില്ല. നേരത്തെ ഞങ്ങൾക്ക് ചേച്ചാച്ചി ഉണ്ടായിരുന്നപ്പോ ചേച്ചാച്ചി കിടക്കണ മുറി ഇതായിരുന്നു. ചേച്ചാച്ചി എന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ അപ്പൻ്റെ ചേട്ടൻ്റെ മോള് ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ചേച്ചി ഇപ്പം ഇല്ല, ചേച്ചി മരിച്ചുപോയി. അപ്പം ചേച്ചി ഉള്ള സമയം വരെ ചേച്ചി ഇവിടെ കിടന്ന് ഉറങ്ങിയിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിച്ചത്. അപ്പോൾ ചേച്ചിയുടെ മുറിയാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പം എന്ന് വെച്ചാൽ എല്ലാവരും പാസ് ചെയ്ത് പോകുന്ന ഒരു മുറി വേണമെങ്കിൽ ഈ ഒരു മുറി വേണമെങ്കിൽ ഈ മുറി നമുക്ക് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു റൂം ആക്കി സെറ്റാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു മുറിയാണിതിപ്പോൾ. അപ്പോൾ ഡൈനിങ് ഏരിയ ആയിട്ട് പ്ലാൻ ചെയ്ത് കാരണമായിരിക്കാം, അതുകൊണ്ടാണ് ഇതൊരു എന്താ പറയാ, ഇങ്ങോട്ടും വഴിയുണ്ട് അങ്ങോട്ടും വഴിയുണ്ട്. അതൊരു പ്രൈവസി ഇല്ല റൂം ആക്കിയാലും. അതെന്തെങ്കിലൊക്കെ ഒരു ഡൈനിങ് ഏരിയ ആക്കിയിട്ട് ഇത് ഓപ്പൺ കിച്ചൺ ആക്കിയാൽ നല്ല ഭംഗിയുണ്ടാവും. ഓപ്പൺ കിച്ചൺ ആക്കിയാൽ അത് കുറച്ച് ഒരു നല്ല ഐഡിയ ആയിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു കാണാൻ വേണ്ടി. അപ്പൊ സോ ഇവിടത്തെ ഒരു വാളിന് ഇത് ഷിലു ചെയ്തല്ലേ, ഈ വാളിന് നമ്മൾ വേറെ കളർ പെയിന്റ് അടിച്ചേക്കണത്. പക്ഷെ ഇത് കുറച്ചും കൂടി ക്ലീൻ ചെയ്തിട്ട് നല്ല രസമായിരിക്കും മുറിയെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ എല്ലാവരും സീലിംഗ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ്സ് ഒക്കെ ഞങ്ങളുടെ പോയി ഗൈസ്. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഷിലു ഓൾവേസ് എപ്പോഴും വെക്കണ തുണി ഇടുന്ന സാധനമൊക്കെ ഇവിടെ വെക്കണത്. വാഷിംഗ് മെഷീൻ ഇരിക്കണ ഈ റൂമിലാണ്. ഫ്രിഡ്ജ് ഇരിക്കണത് ഈ റൂമിലാണ്. ഒരു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കസേര ഉണ്ടായിരുന്നു, എല്ലാ തുണികളും എല്ലാം കൊണ്ട് ഡംപ് ചെയ്യണത്. അതുപോലെ ഒരു കട്ടിലാണ് ഇത്. ഇവിടെയാണ് നമ്മൾ എന്താ പറയുക കുറേ തുണി, അതായത് അലക്കി കഴിഞ്ഞ തുണി അങ്ങനെ കൊണ്ടുവന്ന് വെക്കും. ഇവർക്ക് സമയം കിട്ടുമ്പോൾ ഇവരെടുത്ത് മടക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. എന്തൊക്കെയാണെന്ന് അവർക്ക് പോലും അറിയാൻ പാടില്ല ഗൈസ്. പിന്നെ അവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ബാത്റൂം ഫിക്സ് ചെയ്തേക്കുന്നത്. ബാത്റൂം ഞാൻ കാണിക്കുന്നില്ല, ഷിലു പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാണിക്കുന്നില്ല. ഇവിടെ ബാത്റൂം സ്വിച്ചൊക്കെ ഇവിടെയാണ് ഗൈസ്. അങ്ങനെ ബാത്റൂമിൻ്റെ ഉള്ളിലോട്ട് ബാത്റൂമിൽ വോളൊക്കെ ചെയ്തേക്കണം. നല്ല രസമുണ്ട് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ടാണ് ഇതൊക്കെ എടുത്തത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് കിച്ചൺ കംപ്ലീറ്റ് ആയിട്ടില്ല വർക്ക്. ആ സമയത്താണ്, കാരണം ഈ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആവാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ കോവിഡ് ടൈമിലാണ് നമ്മൾ ഈ വർക്ക് കോവിഡ് ടൈമിലല്ല സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കോവിഡ് ആയിട്ട് നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ഒരു 1 ഇയർ അല്ലെ 2-3 മന്ത്സ് ഫിക്സ് ആവണ സമയത്ത് നമ്മുടെ പണിക്കാരൊക്കെ പോയി കംപ്ലീറ്റ് പണി സ്റ്റോപ്പായി. ഓൾമോസ്റ്റ് എന്തോ ഭാഗ്യത്തിന് എന്താ പറയുക വീട്ടിൽ കയറി താമസിക്കാവുന്ന രീതിയിലായി കിട്ടി. പക്ഷേ അത് ഏറ്റവും ലാസ്റ്റ് കിച്ചൺ വർക്കൊക്കെ എന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമുക്ക് കിച്ചണിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയില്ല. കുറേ പ്ലാൻ ഉണ്ടായിരുന്നു കിച്ചൺ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അവിടെ കബോർഡ് വർക്ക്സ് ചെയ്യണമെന്നും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് ടൈൽസ് വരെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബാക്കിൽ തേക്കാൻ പോലും സമയം കിട്ടിയില്ല. കംപ്ലീറ്റ് അവിടെ വെച്ച് സ്റ്റോപ്പായിപ്പോയി. പിന്നെ എൻ്റെ കല്യാണത്തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അത് ഇങ്ങനെ തന്നെ സ്റ്റോപ്പായി. പിന്നെ നമുക്കത് സെറ്റാക്കി എടുക്കണം ഗൈസ്. ഇതാണിപ്പോൾ കിച്ചൺ നേരത്തെ എന്ന് പറഞ്ഞാൽ കിച്ചൺ ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ 2 മുറിയും ഇതൊരു മുറിയായിരുന്നു ആക്ച്വലി. അല്ല, ഇതൊരു കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇത്ര പോർഷൻ ഉണ്ടായുള്ളൂ. കിച്ചൺ ചെറിയൊരു കിച്ചൺ ആയിരുന്നു. അതായത് ഈ ഒരു പോർഷൻ ഒരു മുറിയായിരുന്നു.
ഒരു കട്ടിലിട്ട കിടക്കാവുന്ന ഒരു മുറി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു മതിൽ പൊളിച്ച് വന്നിട്ട് ഇതുപോലൊരു വലിയൊരു കിച്ചണായി. അപ്പോൾ ഇതിൽ ഇത്രയും വലിയ കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ കിച്ചൺ. അപ്പോൾ അങ്ങനെയാണ് ഈ മതിൽ പൊട്ടിക്കാന്നൊരു പ്ലാൻ വന്നത്. പിന്നെ ഇപ്പുറത്തെന്ന് വെച്ചാൽ ഒരു മുറിയാണ്. ഇവിടെയാണ് പപ്പയും അമ്മയൊക്കെ കിടക്കുന്നത്. ഈ 2 റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷീറ്റ് എന്നല്ല, ഇവിടെ ആസ്പെസ്റ്റ് പഴയ, അതായത് പഴയത് അവിടെ എന്ന് വെച്ചാൽ ഫുൾ ഓടായിരുന്നു. ഇപ്പുറത്ത് വെച്ചാൽ ആസ്പെസ്റ്റോ ഷീറ്റാണ് ഇട്ടേച്ചത്. ആ ഷീറ്റിൽ ഇപ്പോഴും ആ ഷീറ്റ് തന്നെയാണ് നമ്മൾ സീലിംഗ് ചെയ്തതല്ലേ, ആ ഷീറ്റ് തന്നെയല്ലേ. അപ്പോൾ ഇത് നമ്മൾ പൊക്കിയിട്ടില്ല. അതാണ് അവിടെ നല്ല ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഹൈറ്റ് ഇല്ല. ഇത് ഇങ്ങനെ നിന്നുകൊണ്ടാണ് നമ്മൾ ആ പണി ചെയ്തത്. ആ സമയത്ത് എന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും പപ്പയമ്മയെ കിടക്കണം, ഞാനും ഷിലൂസും ചെയ്യുക. അപ്പം ഞങ്ങളുടെ ചേട്ടൻ ഡാഡിയുടെ അവിടെ പോയി കിടക്കും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ പണിയൊക്കെ, നമ്മുടെ റിനോവേഷനൊക്കെ. പക്ഷേ ആ ഷീറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ 2 മുറികളും നല്ല തണുപ്പായിരിക്കും എപ്പോഴും. മോസ്റ്റ് ഓഫ് ദ ടൈം തണുപ്പ്. ഇത് ഇഷ്ടികയാണല്ലേ, അത് ഇഷ്ടികയാണല്ലേ. അപ്പോൾ സോ ഇതാണ് പപ്പയുടെയും മമ്മിയുടെയും റൂം. ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ ഫാൻ പൊക്കത്ത് ഇടാൻ പറ്റത്തില്ല, താഴെ നടക്കണം. കാരണം ഇവിടുത്തെ ഈ ഒരു വാൾ ഫാനാണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല. മമ്മിയുടെയൊക്കെ ഒരു അലമാരി ഉണ്ട്, ടേബിൾ ഉണ്ട്. ആക്ച്വലി അത് അങ്ങനെയല്ല പെയിന്റ്, ഇത് പഴയ അലമാരിയാണ് ഞങ്ങളുടെ പഴയ അലമാരിയാണ്. പഴയ അലമാരി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇത് മമ്മിക്ക് ഒരു 20 രൂപ എന്തോ കൊടുത്തു ഉള്ളൂ. ഇങ്ങനെ ആഴ്ചക്കാരൊക്കെ വരുമല്ലേ, അപ്പോൾ അവർക്ക് ഇങ്ങനെ ലക്കി സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ 20 രൂപയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം മമ്മിക്ക് ഫസ്റ്റ് അടിച്ചത് ഈ ഒരു അലമാരി. അപ്പോൾ 20 രൂപയിൽ മമ്മിക്ക് ഈ ഒരു അലമാരി കിട്ടി. അങ്ങനെ അതാണ് മമ്മി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അലമാരി. പിന്നെ വേറെ ഒന്നുമില്ല. പപ്പ മമ്മി ഇവിടെ കിടക്കണത് കുഞ്ഞു മുറിയാണ്, പക്ഷെ ഭയങ്കര പ്രൈവസിയാണ്. ഈ ഒരു മുറിക്ക് നല്ല പ്രൈവറ്റ്, കാരണം ആരും പെട്ടെന്ന് വരത്തൊന്നുമില്ല, അറകളെ പോവില്ല. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്. ഇനി ഇവിടെ കുറച്ച് പണിയൊക്കെ ചെയ്യുന്നതിന് ഈ അടുക്കള നല്ല രസമായിരിക്കും. പിന്നെ വേറെ ഈ വോളിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഈ താഴത്തെ ടൈൽസ് വെച്ചിട്ട്, ഈ ടൈൽ എന്ന് വെച്ച് നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്ത ടൈലിന്റെ ബാക്കി വെച്ചിട്ടാണ് ഇത് ചെയ്തത് അല്ലേ ചേ? ആക്ച്വലി ഇത് പപ്പയുടെ ഒരു പ്ലാൻ ആയിരുന്നു ഇങ്ങനെ ചെയ്ത് കൊടുക്കാന്നുള്ളതൊക്കെ. മൂന്നാമത്തെ എത്തി. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പുറത്തേക്ക് ഒരു കുഞ്ഞു വർക്ക് ഏരിയ പോലെ ഉണ്ട്. വർക്ക് ഏരിയ കുറച്ച് ഷോകായിട്ട് എടുക്കണം, ഞാൻ വർക്ക് ഏരിയ കാണിക്കുന്നില്ല. അപ്പുറത്തേക്ക് വലിയ വിശാലമായ ഒരു പറമ്പുണ്ട് ഗൈസ്. അങ്ങോട്ട് ഒരു പറമ്പാണ്. ആ പറമ്പ് നമ്മുടെ ഗൈസ് നമ്മളിപ്പോൾ പാർക്കിങ്ങിനൊക്കെ കൊടുത്തേക്കണേണ്. ഇവിടെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കണത് റെന്റിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെയാണ് ഇത് എന്ത് സാധനമാണത്? ഇതാണ് വാട്ടർ ടാങ്ക്. പിന്നെ ഞാനൊരു പുറത്തേക്കുള്ളൊരു ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഗൈസ്, അത് ഇവിടെയാണ് ആ ബാത്റൂം ഫിക്സ് ചെയ്തേക്കണത്. ഇവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് കത്തിക്കണത്. പിന്നെ നമുക്ക് അലക്കണമെങ്കിൽ ഇവിടെ അലക്കാം. പിന്നെ പുറത്ത് 2 പൈപ്പുണ്ട്. സിറ്റിയിലൊരു നാട്ടുംപുറം, ഇത് മാത്രമേ ഉള്ളൂ, ഈ വീട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ കാലാകാലങ്ങളായിട്ടൊരു പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടിയുടെ വീടായിരുന്നു. ഇപ്പം പട്ടി ചത്തുപോയി ഗൈസ്. നമുക്കൊരു ഫിഫി എന്ന് പറഞ്ഞൊരു നമ്മുടെ ഇച്ചാനെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തൊരു പട്ടി ഉണ്ടായിരുന്നു ഗൈസ്. അത് നമ്മുടെ ഈ ഇടയ്ക്ക് സെപ്റ്റംബറിലല്ലേ മരിച്ചുപോയാ, ഈ ഇടയ്ക്ക് 2-3 months എന്താ ആയിട്ടുള്ളൂ. അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വീട് കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ വീട്ടിൽ ഒരു മാവുണ്ട്, ഒരു എന്ത് പുളിയത്, ഇരുമ്പുളി ഉണ്ട്. പിന്നെ ഇതൊരു മാവ് പിടിച്ചു തരുന്നുണ്ട് ഗൈസ്. പിന്നെ പുറത്തൊരു പേപ്പർ പൂ ഉണ്ട്. പിന്നെ അല്ലറ കുറച്ച് ചെടിയൊക്കെ ഇവിടെയൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട്. പിന്നെ വർഷങ്ങളായിട്ടുള്ള പട്ടിയാ പട്ടി. ജിനു കൊണ്ടേക്കാം, എനിക്ക് പേടിയാനാ. ജിനു കൊണ്ടേ കളഞ്ഞിട്ടും തിരിച്ച് ഓടി വന്നിട്ടുള്ള ഞാൻ പാരമ്പര്യമാണ്. ഇവിടെ ആര് വന്നാലും ഫസ്റ്റ് ഇവനറിഞ്ഞാൽ പിന്നെ എല്ലാവരും അറിയും. പിന്നെ ആരും എൻ്റെ അകത്തേക്ക് കയറില്ല. സോ ഗേറ്റ് അത്ര ഷോക്ക് ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഇവൻ വേറെ ലെവലാണ് ഗേസ്. പിന്നെ അവിടെ ഒരു പട്ടി എടുപ്പുണ്ട്, പാപ്പി. അതാണ്ട് എന്നെ കിടക്ക് വീട്. അങ്ങോട്ട് ഞാൻ പോകണില്ല ഗൈസ്, എൻ്റെ വീട് മാത്രമേ ഞാൻ കാണിച്ചിരുന്നുള്ളൂ. അപ്പോൾ സോ ഇതാണ് നമ്മൾ ജനിച്ചു വളർന്ന വീടും പറമ്പും. അതാണ് എൻ്റെ ജിനു എന്ന് തന്നെ. അപ്പോൾ സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And then bye.